നോർമൽ മേറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മേറ്റിംഗ്, ഇതിൽ ഏതാണ് നല്ലത് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ മേറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ പശുക്കൾക്കും ആടിനുമൊക്കെയാണ് ചെയ്യുന്നത്. നായ്ക്കൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ മേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സമ്പൂർണ്ണ പ്രോസസ്സ് പലയിടത്തും ഉണ്ടെങ്കിൽ പോലും അത് വളരെ വില കൂടിയ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ചെയ്യാനുള്ള സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുമുണ്ട്. പശുക്കൾക്ക് ചെയ്യുന്ന പോലെ കാളകളുടെ ബീജം ശേഖരിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് അതിനെ ലിക്വിഡ് നൈട്രജനിൽ സംരക്ഷിച്ച് പിന്നീട് എപ്പോഴെങ്കിലും അതിനെ ചെയ്ത് കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഇവിടെ നിന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയിൽ ഡോഗിൻ്റെ ശുക്ല വിസർജനം 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഫ്രാക്ഷൻ നമ്പർ 1, ഫ്രാക്ഷൻ നമ്പർ 2, ഫ്രാക്ഷൻ നമ്പർ 3. അതിൽ ഫ്രാക്ഷൻ നമ്പർ 2-ൽ മാത്രമാണ് സ്പെർം കൗണ്ട് ആവശ്യത്തിനുള്ളത്. ഫ്രാക്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഫ്രാക്ഷൻ നമ്പർ 2 കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുകയും ഫ്രാക്ഷൻ നമ്പർ 1ഉം 3ഉം ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പലപ്പോഴും ഈ സ്ട്രോ മെത്തേഡ്, നമ്മൾ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് നടപ്പിൽ വരുത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രഷ് സെമൻ ഇൻസെമിനേഷൻ നടത്താറുണ്ട്. ചിലപ്പോൾ നമുക്കുള്ള ഫീമെയിൽ വളരെ ചെറുതായിരിക്കാം, മെയിൽ വലുതായിരിക്കാം, ചിലപ്പോൾ ഫീമെയിൽ വലുതായിരിക്കാം, മെയിൽ ചെറുതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ മെയിലിൻ്റെ സെമൻ ആർട്ടിഫിഷ്യലി നമുക്ക് കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് സിറിഞ്ചിൻ്റെ അകത്തെടുത്ത് അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സെമനിലെ സ്പേംസ് നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അത് അതിൻ്റെ വജേനയ്ക്കകത്തേക്ക് ഇൻസെമിനേറ്റ് ചെയ്തിട്ട് ആ ഒരു ടെക്നിക്ക് നോക്കാവുന്നതാണ്. പക്ഷെ അതിന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നാച്ചുറൽ പ്രോസസ്സാണ് എപ്പോഴും നല്ലത്. അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത്.